സോ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാൻ പറ്റും അതാ ഞാൻ പറഞ്ഞു തരണം. ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം വെച്ചാൽ അതിന്റെ എന്താണ് നിങ്ങൾക്ക് തുടങ്ങേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കാർ വാഷിംഗ് സെന്ററിൽ തുടങ്ങണം എന്ന് വിചാരിച്ചോളി. ഇത് ഞാൻ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ നാട്ടിലത്തെ എല്ലാ ചെക്കന്മാർക്കും കാറുകൊണ്ട് കുറെ ഇഷ്ടമാണ്. അതല്ലാണ്ട് വെഹിക്കിൾസിന് അവർ പറഞ്ഞു വെച്ചാൽ ജീവിതം അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ മാതിരി വെക്കുക വെഹിക്കിൾസിനെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ വാഷിംഗ് സെന്ററിൽ തുടങ്ങണം എന്ന് വിചാരിച്ചോളി. അപ്പോൾ ആദ്യം കാർ വാഷിംഗ് സെന്ററിന് എന്തൊക്കെ വേണം അത് കുറെ ബേസിക് ക്വസ്റ്റ്യൻ ആവും. എൻ്റെ എല്ലാവർക്കും അറിയണ്ടാവും. കുറച്ച് ലാൻഡ് വേണം, അതല്ലാണ്ട് ഒന്നോ രണ്ടോ സ്കിൽഡ് വർക്കർ വേണം, ആൻഡ് നിങ്ങൾക്ക് കുറച്ച് ജെറ്റ് സ്പ്രേ വേണം, കുറച്ച് പോളിഷ് വേണം, കുറച്ച് സോപ്പ് ഫോം അതൊക്കെ വേണം. ആൻഡ് അതൊക്കെ യൂസ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യാൻ അതൊക്കെ നിങ്ങൾക്ക് ഒരു ആൾ വേണം. ആൻഡ് ഒരു മാനേജ്മെന്റ് നിങ്ങൾക്ക് സ്വന്തം വാങ്ങിച്ചാലും ചെയ്യാൻ പറ്റും. അപ്പോ ഇത് എങ്ങനെ തുടങ്ങാന്ന് പറയാം. തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്ക് ഒരു ലാൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ലാൻഡ് നിങ്ങൾക്ക് റെന്റിൽ എടുക്കാന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ അവിടുത്തെ ലാൻഡ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ സാധനം ചെയ്തു വെച്ചാൽ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് ലാൻഡിന്റെ റെന്റ് കൊടുക്കേണ്ടി വരും. അതല്ലാണ്ട് കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യേണ്ടി വരും. കോമ്പറ്റീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ആണ് കാർ വാഷിംഗ് അതിന്റെ എടുക്കല്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു യെല്ലോ ഗോസ്റ്റ് അതല്ലാണ്ട് ഈ ZD അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ട് ഈ പണിയൊക്കെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ആദ്യം ഒരു ലാൻഡ് മേടിക്കണം. ലാൻഡ് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ വീട്ടിലത്തെ പറമ്പ് ഉണ്ടെങ്കിൽ ആ പറമ്പ് നിങ്ങൾക്ക് എടുക്കുക. ആൻഡ് ആ പറമ്പിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു എസ്റ്റിമേറ്റഡ് ലാൻഡ് ഉണ്ടാക്കിയിട്ട് കാർ വാഷിംഗിന് വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ സർഫേസ് ഉണ്ടാക്കുക. പ്ലെയിൻ സർഫേസ് ഇൻ ദ സെൻസ് അടിക്ക് പോകാൻ പറ്റുന്നത് അതിന്റെ ഒരു സർഫേസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു സർഫേസ് ഉണ്ടാക്കുക. ആൻഡ് ആ സർഫേസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരാളെ സ്കില്ലായിട്ട് വർക്കർ മേടിക്കണം. മേടിക്കണം പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ജോലിയിൽ വെക്കണം. ജോലിയിൽ വെച്ചാൽ ഒരു 10,000 to 15,000 rupees അവന് ചെലവാകും. ആൻഡ് അത് ഉണ്ടാക്കണതും ലാൻഡ് ഉണ്ടാക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ഒരു 30 to 40 അല്ലെങ്കിൽ 50,000 rupees നിങ്ങൾക്ക് അതിന്റെ ചെലവ്. ഇനിയാണ് മെയിൻ ബിസിനസ് തുടങ്ങുക. ബിസിനസ് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം പൈലറ്റ് റൺ നടത്തണം. പൈലറ്റ് റൺ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ എങ്ങനെ ബിസിനസ് ചെയ്യുക ആൻഡ് എങ്ങനെ അതൊക്കെ തുടങ്ങിയിട്ട് എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യുക അത് അറിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം പൈലറ്റ് റൺ ചെയ്യണം. ഇതൊക്കെ വെച്ചു, ഇതൊക്കെ സംവിധാനം ഉണ്ടാക്കി, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഒരു മാസം വരെ ആൾക്കാരോട് നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്യണം. ആൾക്കാർ എത്ര നിങ്ങളോട് അട്രാക്റ്റീവ് ആവണം. അട്രാക്റ്റീവ് ആവണം പറഞ്ഞു വെച്ചാൽ ആൾക്കാർ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് വരാം. ഫസ്റ്റ് മാർക്കറ്റിംഗ്. സെക്കൻഡ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞു വെച്ചാൽ അയാൾക്ക് അത്രയും നന്നായിട്ട് പണി ഇഷ്ടപ്പെടണം. ആൻഡ് അത് റെഗുലർ കസ്റ്റമർ ആവണം. തേർഡ് നിങ്ങളുടെ നേച്ചർ. നിങ്ങൾ എങ്ങനെ ആൾക്കാരോട് വർത്തമാനം പറയുക ആൻഡ് എങ്ങനെ ആൾക്കാരുടെ കസ്റ്റമേഴ്സിന് കൂടെ ഡീൽ ചെയ്യണം. അതാണ് മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ എന്തിലെങ്കിലും ഒന്നിൽ നിങ്ങൾ നന്നായിച്ചാൽ നിങ്ങളുടെ ബിസിനസ് 100% നടക്കും. ആൻഡ് നിങ്ങൾ ഇത് മൂന്നെണ്ണത്തും നല്ലയച്ചാൽ നിങ്ങൾക്ക് 6 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു വലിയ ഫ്രാഞ്ചൈസി സിസ്റ്റം തന്നെ തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇത് തുടങ്ങി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസം വരെ പൈലറ്റ് റൺ ചെയ്യണം. പൈലറ്റ് റൺ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വണ്ടി കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കട വരെ ആൻഡ് എങ്ങനെ അതിനെ ഡീൽ ചെയ്യേണ്ടത്. കുറെ ആൾക്കാരുണ്ട് വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞു വെച്ചാൽ വെക്കും. ഞാൻ ഒരു നോർമൽ കാര്യം പറയാണ്. ഞാൻ എൻ്റെ കാർ വാഷ് ചെയ്യാൻ കൊടുക്കും കുറേ പ്രാവശ്യം. കാർ വാഷ് ചെയ്യാൻ കൊടുക്കുമ്പോൾ 15 to 20 30 മിനിറ്റ്സ് വരെ പറയും. നിങ്ങൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട. 30 മിനിറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാർ വാഷിംഗ് സെന്ററിന്റെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ചെറിയ കാഫെ തുടങ്ങുക. കാഫെ ഇൻ ദ സെൻസ് നല്ല ബ്രാൻഡഡ് കാഫെ ആയിരിക്കണം. ആൻഡ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ കൊടുക്കണം. ചായ, വട അങ്ങനെ എന്തെങ്കിലും. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പോൾ ആളെന്താന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ ലോയലിറ്റിൻ്റെ ഉള്ളിൽ വരിക. ആദ്യം നിങ്ങളുടെ അവിടെ വന്നു. നിങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആദ്യം ആളെ കണ്ടു. ആള് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെ വാഷിംഗ് ചെയ്ത് കൊടുത്തു. വാഷിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവന് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പണി. പണി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ അവിടെ ഒരു ഈ എന്താ പറയുക നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എത്ര അവനെ നന്നായിട്ട് മാന്യമായിട്ട് നിങ്ങൾ അവനോട് വർത്തമാനം പറയണം, എത്ര നിങ്ങൾ അവനോട് നന്നായിട്ട് ഡീൽ ചെയ്യണു, എത്ര നിങ്ങൾ അവനോട് കാശ് മേടിക്കണു, എത്ര നിങ്ങൾ അവനോട് നന്നായിട്ട് റെസ്പെക്ട്ഫുള്ളി വർത്തമാനം കൊടുക്കണം, അവന്റെ ടൈം എങ്ങനെ അവന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അത് അവന് നല്ലൊരു സ്പേസ് കൊടുക്കണു, അതൊക്കെ നോക്കി കഴിഞ്ഞു വെച്ചാൽ ആള് എന്തായാലും കൺവേർട്ട് ആവും. ഇതാണ് ഒരു പൈലറ്ററിന്റെ ഒരു എക്സാമ്പിൾ. അതല്ലാണ്ട് രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്നുമില്ല, നല്ല ഒരു ലാൻഡ് തുടങ്ങണം. ആൻഡ് അതിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ലാൻഡ് നിങ്ങളുടെ വീട് നല്ല സ്ഥലത്താണെന്ന് വെച്ചാൽ അവിടെ തുടങ്ങാം. നല്ല നല്ല സ്ഥലത്ത് എന്ന് പറഞ്ഞു വെച്ചാൽ അടുത്ത വട്ടത്ത് എന്തെങ്കിലും നല്ല മാർക്കറ്റ് ഉണ്ടാവണം. മാർക്കറ്റ് ഉണ്ടാവുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യാച്ചാ നിങ്ങൾ കാർ വാഷിംഗ് ചെയ്യുന്ന സമയത്തിന്റെ ഉള്ളിൽ അവന് വേണ്ടത് എല്ലാ സാധനങ്ങളും ആ മാർക്കറ്റിന്റെ ഉള്ളിൽ പോയിട്ട് മേടിക്കും. ഇത് കുറച്ച് കോസ്റ്റ് റിട്ടൈനിങ് ആയിരിക്കും. ഇത് കുറച്ച് ഈ എക്സാമ്പിൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ ഈ ബിസിനസ് നിങ്ങൾ ഒരു പ്രാവശ്യം തുടങ്ങി കഴിഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ 101% നന്നായിട്ട് തുടങ്ങും. ഈ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. യെല്ലോ ഗോസ്റ്റ് ചച്ചു എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേരളത്തിന്റെ കുറെ വലിയ ഇൻഫ്ലുവൻസർ ആണ് ആൻഡ് ഹീസ് എ ഗുഡ് ഗായ്. അപ്പോൾ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ യെല്ലോ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു സ്ഥലം തുടങ്ങി പെട്രോൾ പമ്പിന്റെ അടുത്ത്. അപ്പോൾ അവരുടെ ഇങ്ങനെ
ഈ നല്ല അവരുടെ ആദ്യത്തെ കാര്യം നേച്ചർ കുറെ നല്ല നേച്ചറാണ് അവരുടെ. And രണ്ടാമത്തെ കാര്യം ആള് കുറെ ഇറ്റ്സ് പറഞ്ഞ വെച്ചാൽ നല്ലൊരു മൂടിയ ആള് പറഞ്ഞ വെച്ചാൽ നല്ലൊരു ഫണി ആൻഡ് നല്ല പോസിറ്റീവ് വൈബുള്ള ആളാണ്. അപ്പോൾ ആള് വരും, വണ്ടി കൊടുക്കും, വണ്ടി കഴുകും, വണ്ടി കഴുകിയിട്ട് പിന്നെയും കിട്ടണ വരെ പറഞ്ഞ വെച്ചാൽ നന്നായിട്ട് അവിടെ ആൾക്കാർക്ക് പ്രസന്റ്ലി അവിടെ എങ്ങനെ വണ്ടി കഴുകണമെന്ന് പറഞ്ഞു കൊടുക്കണം. ആദ്യത്തെ കാര്യം, ആൾക്കാർ വണ്ടി കഴുകുമ്പോൾ തന്നെ അവർ കുറെ അട്രാക്ട് ആവും. വണ്ടി എങ്ങനെ നിങ്ങൾ കഴുകണം. യെല്ലോ ഗോസ്റ്റിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ നല്ല സാധനം എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഇക്വിപ്മെന്റ്സ് ഉണ്ട്. ഇക്വിപ്മെന്റ്സിന് പറഞ്ഞു വെച്ചാൽ താഴത്തുനിന്ന് വെള്ളം വരുന്നു, മീതിന്ന് വെള്ളം വരുന്നു, റോബോട്ടിന് വെള്ളം ഒഴിക്കുന്നു. ഞാൻ ഇടയിൽ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ റോബോട്ട് ടെക്നോളജിന്റെ വെള്ളം വണ്ടി വാഷ് ആക്കണം. അപ്പോൾ ഈ ഒരൊക്കെ സാധനങ്ങൾ കണ്ടു വെച്ചാൽ ആൾക്കാർ വിചാരിക്കും യെസ്, എന്റെ വണ്ടി ഇവരുടെ വണ്ടിന്റെ മതിയാണ്, ഇവരെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ആള് കൺവേർട്ട് ആവും. ഇതാണ് രണ്ട് വഴി. ആൻഡ് മൂന്നാമത്തെ വഴി, നിങ്ങളുടെ സർവീസ് എത്ര കേടാണ്, നിങ്ങളുടെ എന്ത് സാധനം എത്ര കേട് പറഞ്ഞാൽ നിങ്ങൾ ലോസ് ചെയ്ത് കൊടുക്കരുത്. പറഞ്ഞാൽ അത്ര മറ്റുള്ളവരുടെ അത്ര നന്നായിട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വഴി. ഫോർ എക്സാമ്പിൾ ആൾ വന്നു, സർ 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 നിങ്ങൾ വണ്ടി വെക്കും, സർ 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 എന്റെ വണ്ടി എടുത്തു, സർ 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 അത് സർ 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 ഇത്ര സാർ പറഞ്ഞു വെച്ചാൽ ഏതെങ്കിലും ആളുടെ പിന്നിൽ അവൻ 101% നിങ്ങളുടെ ബിസിനസ്സിനുള്ളിൽ കൺവേർട്ട് ആവും. ഇതാണ് ബിസിനസ്സിന്റെ ഒരു ലൂപ്പ് ഹോൾ. നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ ദൈവം. ഇത് വെറുതെ അല്ല പറയണത്. നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ ദൈവം എന്തുകൊണ്ടാ പറയണ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ ഇസ് ഗോഡ്. ആള് വന്നു, ആൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു പറഞ്ഞു വെച്ചാൽ നല്ലൊരു റെസ്പെക്ട്ഫുള്ളി അവനോട് വർത്തനം പറയുന്നു, റെസ്പെക്ട്ഫുള്ളി അവനോട് ഡീൽസ് ചെയ്യുന്നു, റെസ്പെക്ട്ഫുള്ളി അവനെ എല്ലാതും ചെയ്യുന്നു വെച്ചാൽ അവന് പിന്നെ ഒന്നും വേണ്ട. വണ്ടിന്റെ മുമ്പേ ആള് അവന്റെ സ്വന്തമല്ല നോക്കുക. വണ്ടി ഇറ്റ്സ് ആൾക്ക് ഇത്ര റെസ്പെക്ട് കൊടുത്തു വെച്ചാൽ ആൾ എന്തായാലും കൺവേർട്ട് ആവും. സോ ഇത് രണ്ട് മൂന്ന് വഴിയേ ഉള്ളൂ. ഈ ബിസിനസ് ഞാൻ ഒരു എക്സാമ്പിളാ തന്നിട്ടുണ്ടായിരുന്നു. സെയിം നിങ്ങൾക്ക് എല്ലാ ബിസിനസിന്റെ ഉള്ളിലും ചെയ്യാൻ പറ്റും. സെയിം ടു സെയിം. അപ്പോ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങിയിട്ട് നന്നായിട്ട് കാശുണ്ടാക്കാൻ പറ്റും. കേരളം പറഞ്ഞു വെച്ചാൽ വണ്ടികളുടെ ഹബ്ബാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് വാങ്ങിച്ചാലും ചെറിയ കാശുണ്ടാക്കാൻ പറ്റും വണ്ടീനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് വണ്ടീന്റെ എക്സോസ്റ്റ് മാത്രമേ മാറ്റാൻ അറിയിച്ചാലും കൂടി അതിന്റെ ഒരു കട തുറന്നു വെച്ചാലും കൂടി നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കാശുണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു നാടാണ് കേരളം. അവിടുത്തെ MVD എത്ര കഠോരമായിക്കോട്ടെ എന്താണെന്ന് വെച്ചാലും അവിടുത്തെ ചെക്കന്മാര് വണ്ടി എന്ന് പറഞ്ഞു വെച്ചാൽ പ്രാന്താവരുത്. സോ നിങ്ങളുടെ ബിസിനസ്, ഞാൻ അതല്ലാണ്ട് എന്ത് ബിസിനസ് വാങ്ങിച്ചാലും തുടങ്ങാൻ പറ്റും. സോ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ ബിസിനസ് ഐഡിയാസ് തന്നിട്ടുണ്ട്. ആ ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചൂസ് ചെയ്യുക ആൻഡ് അതിൻ്റെ മീതെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് വെച്ചാൽ എസ്റ്റിമേറ്റ്സും അതും ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഫോളോ ഫോർ മോർ ക്രേസി കോണ്ടന്റ്.